മക്കളും. ഇതിലാദ്യമായി പറഞ്ഞ ജാരിയായ സദഖയുണ്ടല്ലോ, ജാരിയായ സദഖ എന്റെ ഖബറിലേക്ക് എന്റെ പ്രതിഫലം ഇങ്ങനെ ഒഴുകിയെത്തണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി സെന്റുകളും ഏക്കറുകളുമായിട്ട് നമ്മുടെ പൂർവീകന്മാർ അവർ സദഖ ചെയ്തു. അതാണ് വഖഫ് ഭൂമികൾ. അതാണ് ഇന്ത്യയിലുടനീളമുള്ള വഖഫ് ഭൂമികൾ. ആരുടെയും ഔദാര്യമല്ല, ആരുടെയും ഒരു സർക്കാരിന്റെയും സംഭാവനകളല്ല. നമ്മുടെ പൂർവികന്മാരായ നിഷ്കളങ്കരായ ആളുകൾ ഒരേ ഒരു ലക്ഷ്യം അവർക്ക്, അല്ലാഹുവേ ആഖിറത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമേ, ഞങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമേ, ജാരിയായ സദഖയായി സ്വീകരിക്കണമേ. അതിനിതാ എന്റെ ഇത്ര സ്ഥലം ഭൂമി സദഖ ചെയ്യുകയാണ്. അത് പള്ളിക്കും മദ്രസക്കും വേണ്ടി മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് അഗതികളുടെയും അനാഥകളുടെയും സംരക്ഷണത്തിന് വേണ്ടി ധാരാളം ഭൂമികൾ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ രാജ്യത്ത് നിന്ന് വിഭജന കാലഘട്ടത്തിൽ ഭൂമി ഇട്ടെറിഞ്ഞു പോയവരുടെ ഭൂമി വഖഫ് ബോർഡ് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയും കുറെ ഭൂമികളുണ്ട്. പ്രതിരോധ വകുപ്പും റെയിൽവേയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് ഭൂമിയാണ്. ഒരു മതവിഭാഗത്തിനും ഇത്ര കണ്ട് ഭൂമികളില്ല. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ രാജ്യത്തുള്ള വഖഫ് ഭൂമികൾ മാത്രം മതി. അത് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, കാര്യക്ഷമമായ രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സാമ്പത്തികമായ സാമൂഹികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പഠനം നടത്തിക്കൊണ്ട് രജീന്ദർ സച്ചാർ വളരെ കൃത്യമായി തന്റെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇന്ത്യയുടെ ജനതയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചില്ല. ഒരു ശക്തമായ നേതൃത്വത്തിന്റെ അഭാവം. ക്രിയാത്മകമായി ഈ ഉമ്മത്തിന്റെ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിയും ശക്തിയും സ്വരൂപിച്ച് ആസൂത്രണം ചെയ്ത ദീർഘമായ അല്ലെങ്കിൽ ഹ്രസ്വമായ രണ്ടടിസ്ഥാനത്തിലുമുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രൊജക്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് ഈ ഉമ്മത്തിന്റെ ഭൂമി ഗവൺമെന്റിന്റെ ഭൂമിയല്ല, ആരുടെയും ഔദാര്യമല്ല, ഈ ഉമ്മത്തിന്റെ ഭൂമി ഏക്കറക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഭൂമികൾ അത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഇന്ത്യൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ അഭാവമാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. ഈ ഉമ്മത്തിനെ ഒന്നിപ്പിക്കുവാനും അവരെ സംഘാടനം നടത്തിക്കൊണ്ട് അവരുടെ വിഭവങ്ങൾ അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഉയർത്തിക്കൊണ്ടുവരുവാനും കഴിയുന്നില്ല. എന്തൊരു സതുദ്ദേശത്തോടു കൂടിയാണോ നമ്മുടെ പൂർവികന്മാർ ഈ ഭൂമിയൊക്കെ വഖഫ് ചെയ്തത്? ആ ഉദ്ദേശം നടക്കുന്നില്ല. ഒരു വാഖഫിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം നടപ്പിലാക്കണമെന്നാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് വഖഫ് ചെയ്തതെങ്കിൽ ആ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. കേരളത്തിൽ പോലും അതിന് സാധിക്കാത്തതിന്റെ പ്രത്യാഘാതമാണ് മുനമ്പത്ത് നമ്മൾ അനുഭവിച്ചത്. അതിന്റെ ഉത്തരവാദികൾ നമ്മളാണ്, ഈ ഉമ്മത്താണ്, ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണ്. ആർക്കു വേണ്ടിയാണോ ആ ഭൂമി വഖഫ് ചെയ്തത് അവരുടെ കെടുകാര്യസ്ഥതയാണ്. പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഇനിയുമുണ്ട് ഒരുപാട് ഏക്കറക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഭൂമികൾ അന്യാധീനപ്പെട്ട് കിടക്കുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. പലതും പല വ്യക്തികളും അത് അന്യായമായിട്ട് ഉടമപ്പെടുത്തി വെച്ചതുണ്ട്. പലതും ഗവൺമെന്റ് ചിലതൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പുതിയ ബില്ല് വരാൻ പോകുന്നു, ഡെമോക്രസിന്റെ വാള് കണക്കാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചെറിയ വിഷയമല്ല. പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ല് ചെറിയൊരു വിഷയമല്ല. അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നറിയോ? അതാദ്യം പഠിക്കണം. ആത്യന്തികമായ ലക്ഷ്യം അതൊരു ഭരണകൂടത്തിന്റെ ബില്ലല്ല. അത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ക്യാൻസറാണ്, അവരെ വെട്ടിമാറ്റണം എന്ന് അടിസ്ഥാനപരമായ സിദ്ധാന്തം ആവിഷ്കരിച്ചുകൊണ്ട് 100 വർഷമായി ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘ് പരിവാർ അവതരിപ്പിക്കുന്ന അവരുടെ ഫാക്ടറികളിൽ നിന്ന് നിർമ്മിച്ചുണ്ടാക്കിയ ബില്ലാണ് നിയമമായിട്ട് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത്. മുത്തലാഖ് ബില്ല് പോലെ, പൗരത്വ ബില്ല് പോലെ അതിനേക്കാളും അപകടകരമാണ് ഈ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി ബില്ല് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് അറിയുമോ? തട്ടിയെടുത്ത് കൊള്ളയടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. കൊള്ളയാണ്.
ലക്ഷ്യം കൊള്ളയാണ്. മുസ്ലിം സമുദായത്തിന്റെ പരന്നു കിടക്കുന്ന ഈ വിഭവങ്ങളെ, മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഉയർത്തെഴുന്നേൽപ്പിനും നന്മക്കും കാരണം ഈ വഖഫ് ഭൂമികളാണെന്ന് തിരിച്ചറിഞ്ഞ, നമ്മെ സംബന്ധിച്ച് നമ്മളെക്കാൾ കൂടുതൽ നന്നായി പഠിച്ച സംഘപരിവാർ എങ്ങനെ അടിവേരറുക്കണമെന്ന് കൃത്യമായി പഠിച്ചു വെച്ച് അതിനുവേണ്ടി കൃത്യമായ പ്ലാൻ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ശക്തികൾ അവരാസൂത്രണം ചെയ്തതാണ് ഈ ബില്ല്. ഇതൊരു നിരുപദ്രവപരമായ ബില്ലായിട്ടോ രാഷ്ട്രീയ കളിയായിട്ടോ നമ്മൾ കാണാൻ പാടില്ല. ഇത് ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഒറ്റ ഉദാഹരണം പറയാം. ബില്ലിന്റെ ഭേദഗതിയിൽ ഒരുപാട് മുസ്ലിം സമുദായ ഈ വഖഫ് സ്വത്തുകൾ മുഴുവനും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭേദഗതികൾ ദീർഘകാലാടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്. ഇത് ഒരുപക്ഷെ കേരളത്തിലേക്ക് നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നൂല. ഇത് ബീഹാറിലും ആസാമിലും രാജസ്ഥാനിലും അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള മുസ്ലിമീങ്ങളെ ബുൾഡോസർ സംസ്കാരത്തിലേക്ക്, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ചുകൊണ്ട് എല്ലാം തകർക്ക്. ഇപ്പൊ തന്നെ തുടങ്ങിയല്ലോ, പള്ളികൾ തകർക്കാണ്. സുപ്രീം കോടതി ഇപ്പോഴാണ് ഉത്തരവിട്ടതെന്ന് യുപിയിലെ യോഗി ആദിത്യനാഥ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പള്ളി അതിന് തുടരുത് എന്ന്, പകുതി പൊളിച്ചതിന് ശേഷം. നേരത്തെ കോടതിയുടെ ഒക്കെ ഉത്തരവുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ വീടുകളും പള്ളികളും എല്ലാം തകർക്കുകയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ജനാധിപത്യപരമായ പ്രക്ഷോഭം നയിച്ചാൽ, സംബാലിൽ ഒരുപാട് അവിടുത്തെ മുസ്ലിമീങ്ങൾ ആ പള്ളി ആക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർവേ നടത്താൻ വേണ്ടി ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവരൊന്ന് പ്രതികരിച്ചതാണ്. 5 മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊന്നു. ആ പ്രതികരിച്ചതിന്റെ പേരിലുള്ള പ്രതികാരം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മുസ്ലിമീങ്ങളെ കേസിൽ കുടുക്കിയും അവിടെ ബുൾഡോസർ കൊണ്ട് കെട്ടിടങ്ങൾ നിരത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ നിയമം വളരെ കിരാതമാണ്. വഖഫ് ബോർഡ് എന്നുള്ളത് ഇന്ന് മുസ്ലിമീങ്ങളുടേതാണ്. ഗവൺമെന്റ് രൂപീകരിച്ചതാണ്. അതിന്റെ ഈ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വഖഫ് ബോർഡിലുള്ളത് മുസ്ലിമീങ്ങളാണ്. അങ്ങനെ തന്നെയല്ലേ? മുസ്ലിമീങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് പള്ളിയുടെയും മദ്രസയുടെയും അവരുടെ മുസ്ലിമീങ്ങളായ ആളുകൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ആഖിറത്തിലേക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർ വഖഫ് ചെയ്ത ആ ഭൂമി മുഴുവനും സംരക്ഷിക്കേണ്ടതാരാണ്? മുസ്ലിമീങ്ങൾ. ഹിന്ദുക്കളുടെ ഭൂമി സംരക്ഷിക്കേണ്ടതാരാണ്? ഹിന്ദുക്കൾ. ക്രിസ്ത്യാനികളുടേതാരാണ്? ക്രിസ്ത്യാനികൾ. സിഖുകാരുടേതോ? സിഖുകാർ. എല്ലാവർക്കും ഉണ്ട് സ്വന്തമായി എൻഡോമെന്റ് ആക്ട്സ്. അവരവരുടെ ഭൂമി സംരക്ഷിക്കാം. ഇതൊക്കെ ഇവിടെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളെ ഭൂമി സംരക്ഷിക്കാം. അവരെ ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം ഉണ്ടാവില്ല, ഒരു ക്രിസ്ത്യാനി ഉണ്ടാവില്ല. സിഖുകാർക്ക് അവരുടെ ബോർഡിൽ ഒരു മുസ്ലിം ഉണ്ടാവില്ല. എന്നാൽ വഖഫ് ബോർഡിൽ മുസ്ലിമീങ്ങൾ പാടില്ല. അമുസ്ലിമീങ്ങളെ കൂടി ചേർക്കണം. നിർബന്ധമായും 4 മുസ്ലിമീങ്ങൾ ഉണ്ടാകണം എന്നാണ്. 11 അംഗങ്ങളിൽ ബാക്കിയുള്ളവർക്കൊക്കെ അമുസ്ലിങ്ങളും ആവാം. അപ്പൊ ഭൂരിപക്ഷം അവർക്കാവാം. അപ്പോൾ വഖഫ് സ്വത്തുക്കളൊക്കെ ആ ഭൂരിപക്ഷം ഘട്ടം ഘട്ടമായി സംഘപരിവാരുകാരെ ഇതിലേക്കൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ വഖഫ് സ്വത്തുക്കൾ മുഴുവനും സ്വന്തമാക്കാം. ഇങ്ങനെയുള്ള വളരെ കുടിലമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിയമപരമായ പോരാട്ടം പോലെ തന്നെ ജനകീയമായ പ്രക്ഷോഭങ്ങൾ നടക്കേണ്ടതുണ്ട്. ജനാധിപത്യമായ പ്രതികരണങ്ങൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ കഴിയുക. അങ്ങനെ നമ്മൾ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യ മതേതര കക്ഷികളുടെ കണ്ണു തുറപ്പിക്കാൻ പറ്റുക. മുസ്ലിം സമുദായത്തിന്റെ വികാരം ഈ നിയമത്തിനെതിരാണ്. അവർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, അവർ അടങ്ങിയിരിക്കുകയില്ല എന്നുള്ള സന്ദേശം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് ആകാശത്തുനിന്ന് മലക്കുകളോ ജിന്നുകളോ ഇറങ്ങി വന്നിട്ട് അങ്ങനെ ഒരു സന്ദേശമൊന്നും കൊടുക്കൂല. ഭൂമിയിലുള്ള മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ല എങ്കിൽ ഈ ഭൂമിയിൽ തന്നെ പടച്ചവൻ നമുക്ക് നിന്ദ്യത സമ്മാനിക്കുന്നതാണ്. ദുനിയാവിൽ നിന്നത നമ്മളെ ഭയപ്പെടുത്തുകയാണ്, നമ്മളെ വിരട്ടുകയാണ് നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്. ഇവർ വിചാരിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ മുഴുവനും ഞെരിച്ചമർത്തി നിശബ്ദരാക്കി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ ഒരിക്കലും ഭയപ്പെടുകയില്ല.
الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا الذين قال لهم الناس ജനങ്ങൾ പറഞ്ഞു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും നിങ്ങൾക്കെതിരെ ജനങ്ങൾ മുഴുവനും സംഘടിച്ചൊറ്റക്കെട്ടായി നിലകൊള്ളുകയാണ് നിങ്ങളെ തകർക്കാൻ വേണ്ടി. ഫഖ്ശൗഹും ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന അവർ ഭയപ്പെട്ടില്ല, തരിമ്പ് പോലും ഭയപ്പെട്ടില്ല, അവർക്ക് ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഞങ്ങൾക്ക് അല്ലാഹു മതി, പരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ അവൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ സകലവും സമർപ്പിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നേറിയ സഹാബത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ ചെയ്യുന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഭയചകിതരായി പിന്മാറുന്നവരാകരുത്. നിർഭയത്വത്തോടുകൂടി ധീരമായി ഈ അനീതിക്കും ഈ വിവേചനത്തിനുമെതിരെ അമുസ്ലിമീങ്ങൾക്കില്ലാത്തൊരു നിയമം, ദേവസ്വം ബോർഡിനില്ലാത്തൊരു നിയമം, സിഖുകാർക്കില്ലാത്തൊരു നിയമം, ക്രിസ്ത്യാനികൾക്കില്ലാത്തൊരു നിയമം വിവേചനപരമായി മുസ്ലിം സമുദായത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ആർജവത്തോടുകൂടി പറയാൻ ഈ ഉമ്മത്തിന് സാധിക്കണം. ജനാധിപത്യപരമായ പോരാട്ടങ്ങളിലൂടെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ഉമ്മത്തിന്റെ വികാരം പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരം നമ്മുടെ പൂർവീകന്മാർ വളരെയധികം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഉമ്മത്തിന് വേണ്ടി നൽകിയ ഒരു ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടാതെ കാത്തു സംരക്ഷിക്കേണ്ടത് പിൻഗാമികളായ സത്യവിശ്വാസികളാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.